രാവിലെ എൻ്റെ കുഞ്ഞ് ദീപാവലി ആഘോഷിക്കാൻ കട്ടിലിൻ്റെ കീഴിൽ കയറിയതാണ്. മനസ്സിൻ്റെ ഭാരം അവിടെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അശരീരി കേട്ടത്. എന്നാൽ എന്താണ്, ഞാൻ ഇടപെടണോ, ഞാൻ വരേണ്ട കേസാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മുകളിൽ കയറി നോക്കിയപ്പം സിംബയാണ്. സിംബ മാത്രമല്ല, സിംബയുടെ മൊയിലാളിയുണ്ട്. മൊയിലാളി കാട് 6 മാസമാണ്. ആണ്ടിലൊരിക്കലേ ഗൾഫിൽ നിന്ന് വരും. മൊയിലാളിയുടെ വീഡിയോ എടുത്ത് തരാമെന്ന് വെച്ചാൽ മൊയിലാളി പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അല്ലെങ്കിൽ ഈ ശക്തി കൂടി മുതലിനെ കൊണ്ട് മൊത്തത്തിൽ ഇടങ്ങേറാം. ഇനി വേറൊരു ഇടങ്ങേറ് കൂടെ എടുത്ത് തലയിൽ വെക്കണ്ടല്ലോ. ഹൗസ് ഓണർ ആയാലെന്താ, ആ തുറന്ന് പറഞ്ഞുകൂടെ? ശത്തനല്ലേ ചോദിക്കുന്നത്. ശത്തന് ഇഷ്ടമല്ല. അവിടെ ഒരു മനുഷ്യൻ്റെ തലവെട്ടം കാണുന്നത് ശത്തന് ഇഷ്ടമല്ല. അത് ആളില്ലാതെ കിടക്കുന്ന വീടാണ്. അവിടെ സിംബയ്ക്കും പെള്ളിക്കും ഫുഡ് കൊടുക്കാൻ ആൾ വരും. അവരല്ലാതെ വേറെ ഒരുത്തരും അവിടെ വരാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് തൂക്കാനും വാഴാനും ഒക്കെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തേങ്ങ ഇടാനും ഒക്കെ. അവർ വന്നാൽ ശത്ത പ്രശ്നം ഉണ്ടാക്കും. അതെന്നല്ല, പരിസരത്തൊരു വീട്ടിൽ പുറത്തുനിന്ന് ആര് വന്നാലും ശത്തന് ഇഷ്ടമല്ല. ശത്തനോട് ചോദിച്ചിട്ടേ വരും. ഈ ചുറ്റുപാട് മുഴുവൻ 4 പാടുമുള്ള വീടുകൾ ശത്തൻ്റെ നിരീക്ഷണ വലയത്തിലാണെന്നാണ് ശത്തൻ്റെ വിശ്വാസം. അങ്ങനെ ആ വീടിൻ്റെ ഓണറാണ് ഈ പോത്തിൻ്റെ കുഞ്ഞിനോട് ആരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ? പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇതിൻ്റെ വിചാരം ഇതെല്ലാം സകലരും കുഞ്ഞിൻ്റെ അണ്ടറിലുള്ളതാണെന്നാണ് കുഞ്ഞിൻ്റെ വിചാരം. ഇനി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ. അങ്ങനെ അവിടെ നിൽക്കുന്നതിൻ്റെയാണ്. അങ്ങനെ ഇനി അവിടെ നിന്ന് പോകുന്നത് വരെ ഈ നോട്ടം നിൽപ്പുമാണ്. ആരെങ്കിലും ഒരു പടക്കം പിടിച്ചാൽ നീ ഇപ്പം കട്ടിലിൻ്റെ കീഴിൽ കയറിയേനെ.